ഒരു ഹെഡ്ഫോണ് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നിരുന്നത്. ഒരു റീമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ RB680HB എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് തരുന്നൊരു മോഡലാണ്. പിന്നെ അതിൻ്റെ ഗെയിം കളിക്കാൻ മീൻസ് PUBG, ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമിനൊക്കെ സീനായി സപ്പോർട്ടാകുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ടും പിന്നെ കുറേ അത്യാവശ്യം നല്ലൊരു ഹെഡ്ഫോണ് ഒരു ബഡ്ജറ്റിൽ നോക്കുകയാണ്. കാരണം ഇത് അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളിങ്ങനെ ഹെഡ്ഫോൺ എടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലോ ഉള്ളൊരു ഹെഡ്ഫോണാണ്. അപ്പോൾ അത് നല്ല മീൻസ് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ മീൻസ് എടുത്ത് നന്നായി അത്യാവശ്യം നല്ലൊരു മീൻസ് പഞ്ചി ലുക്ക് വരുന്നൊരു ഹെഡ്ഫോണാണിത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. പ്രത്യേകിച്ച് അൺബോക്സിംഗ് ഒന്നുമില്ല, ജസ്റ്റ് അവരുടെ ഒരു മീൻസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതും വരുന്നത്. അതുപോലെ നമ്മുടെ ഹെഡ്ഫോൺ വെച്ചിട്ടൊരു മീൻസ് കാർഡ്ബോർഡ് പോലത്തെ ഒരു ടൈപ്പ് വരുന്നത്. നമുക്ക് ഹെഡ്ഫോൺ എടുത്തിട്ട് റെഡി ടു ഈ സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചതാണ്. സ്റ്റിക്കർ ഈ മേലത്തെയും താഴത്തൊക്കെ ഞാൻ ഒട്ടിച്ചതാണ്. അല്ലാണ്ട് ഈ മീൻസ് ഹെഡ്ഫോണിൽ വരില്ല. ജസ്റ്റ് അടുത്തുള്ള കടയിൽ 5 രൂപ 10 രൂപ എത്ര റീമാക്സ് എന്നാണ് നമ്മുടെ സൈഡ് ബ്രാൻഡിങ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്കിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത് മെയ്ഡ് ചെയ്ത മെറ്റലാണ്. സൈഡ് മെറ്റെല്ലാം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടും. നമുക്ക് ബാക്കപ്പ് പറഞ്ഞാൽ മീൻസ് കുറേ ലൈഫ് കിട്ടും സാധനത്തിന്. പിന്നെ നമ്മുടെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള മീൻസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ സ്ട്രീം ചെയ്യുമ്പോഴും എന്ത് വേണം ചെയ്യുമ്പോൾ മീൻസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ മൈക്കിന് അത്യാവശ്യം നല്ല നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ ഒതുക്കി വെക്കാം, പാട്ട് വെക്കണേ ഒക്കെ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇനി എന്താണ് ഇൻബോക്സിൽ എന്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻബോക്സിൻ്റെ നമുക്ക് ചാർജർ വരുന്നുണ്ട്. ഒരു ചാർജറും പിന്നെ നമ്മുടെ കേബിളും വരുന്നുണ്ട്. ഒരു കവറിലൊക്കെ വെച്ചിട്ട് പിന്നെ യൂസർ മാനുവൽ, പിന്നെ നമ്മുടെ വാറൻറ്റി 1 ഇയർ വാറൻറ്റിയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ. അത്യാവശ്യം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡി ടു യൂസാണ് സംഭവം. പെട്ടെന്ന് പെയർ ചെയ്യാം. 5.3 ആണ് നമ്മുടെ ബീറ്റ് വരുന്നത്. ഈസിയിലോ എന്തിലും ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ചാർജറും പിന്നെ ഓക്സ് അതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് തോന്നുന്നത് വേരിയൻറ്റ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് നമ്മുടെ കോഡ്. എത്ര ലെങ്ത് പറഞ്ഞാൽ അത്യാവശ്യം ഫോണിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സെറ്റാണ്. PC-ലൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത് അതിന് PC-ലൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എത്ര ലെങ്ത്തിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഒരു PC-ൽ ജസ്റ്റ് അടുത്തിരിക്കുകയാണെങ്കിൽ അല്ല പറഞ്ഞാൽ PC-ൻ്റെ ഒക്കെ പോർട്ടുകൾ ബാക്കിൽ പറ്റില്ല. ഇതാണ് ഇപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള എനിക്ക് ഇതിൻ്റെ കേബിൾ ഡിസൈൻ ഇഷ്ടം. മീൻസ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കേബിൾ സീന് സാധനം. ഇത് മീൻസ് അത്യാവശ്യം നല്ല കേബിളാണ്. ഇതിപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല മീൻസ് അടിപൊളിയില്ലാത്ത കേബിളാണ് പറയുന്നത്. മീൻസ് അടിപൊളിയായിട്ടുള്ള ടൈപ്പായിട്ടുള്ള കേബിളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ എത്ര ലെങ്ത്താണെന്ന് നമുക്ക് അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെഡ്ഫോൺ തന്നെ എത്ര പോർട്ട് ഉണ്ട്, എന്തൊക്കെ ബട്ടൺസ് നോക്കാം. ഇതാണ് നമ്മുടെ Type-C പോർട്ട്. അത് ലൈറ്റ് ഇൻഡിക്കേഷനാണ് കേട്ടോ. ഈ ചെറിയ സാധനം ലൈറ്റ് ഇൻഡിക്കേഷനാണ്. പിന്നെ നമ്മുടെ ഇവിടെ ആദ്യം പവർ മീൻസ് പവർ അപ്പ് ബട്ടൺ, അതിൻ്റെ മേലെ ലൈറ്റ് ഓണാക്കലും ഓഫാക്കലും ബട്ടൺ, പിന്നെ സ്കിപ്പ് പോസ് അതെല്ലാം ഉണ്ട്. വോളിയം അപ്പ് ഡൗൺ മീൻസ് ഒരു ചെറിയ ലിവർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കിട്ടും.
ഇല്ല പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ബട്ടൺ അമുക്കി പോയി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സൂപ്പ് മീറ്റിങ്ങോ എന്തെങ്കിലും കോളോ അങ്ങനെയാണ് പറഞ്ഞാൽ മീൻസ് അറിയാണ്ട് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണാക്കുമ്പോൾ മീൻസ് ബ്ലൂടൂത്ത് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തുക. അല്ലാണ്ട് മീൻസ് ഓക്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തൂല കേട്ടോ ഗൈസ്. അങ്ങനെയാണ് പറഞ്ഞാൽ ലൈറ്റ് നമ്മളുടെ ഓഫായിരിക്കും. ഓക്സ് കണക്ട് ചെയ്യാണ് പറഞ്ഞാൽ ലൈറ്റ് ഓഫായിരിക്കും. ബ്ലൂടൂത്തിൻ്റെ അവിടെ മാത്രം മീൻസ് എല്ലാവിടെയും ലൈറ്റ് കത്തുള്ളൂ. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആയി, ഇതിപ്പോൾ ലൈറ്റ് ഓണാക്കുക. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത്. ഒരു ഓറഞ്ച് കളർ ലൈറ്റ് മാത്രം നമുക്ക് വരുന്നത്. ജസ്റ്റ് അത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. മീൻസ് ഇത് മീൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ള 2-3 ലൈറ്റുകളുണ്ട്. മീൻസ് അതിലേക്ക് സോൾഡറിങ് കൊടുത്താൽ മതി. പിന്നെ യൂസ് ചെയ്തിട്ട് കണ്ണാടിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ ഈ സൈഡുകളും മീൻസ് ഇതാണ് നമ്മുടെ ബ്ലാക്ക് എഡിഷൻ കേട്ടോ. ഈ ബ്ലാക്ക് എഡിഷൻസിൽ അത്യാവശ്യം ഞാൻ ഇവിടെ പോയപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ മീൻസ് ഇത് അത്യാവശ്യം നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് എഡിഷനിൽ വൈറ്റ് എഡിഷനെക്കാട്ടിയും ഇത്തിരി കൂടെ ഗ്ലോയിങ് പവർ കൂടുതലാണ്. ബട്ട് എന്താണെന്ന് കുഴപ്പം പറഞ്ഞാൽ ഇവിടെ ഇല്ലേ മീൻസ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ മീൻസ് വൈറ്റിലാണ് പറഞ്ഞാൽ ഇവിടെ ഒരു മീൻസ് ഒരു ഓറഞ്ചിഷ് ഇവിടെ ഫുള്ളായിട്ട് ഒരു ഓറഞ്ചിഷ് ലൈറ്റ് പോലെ കത്തും. അത് ബ്ലാക്കിലിരിക്കും. അപ്പോൾ അതാണ് പരിപാടി. നമ്മുടെ 5.3 ആണ്. എല്ലാം നോക്കി വെച്ചോളൂ. ആർക്കെങ്കിലും വാങ്ങുന്നുണ്ട് പറഞ്ഞാൽ 30 ഗ്രാമും പിന്നെ 2 to 3 മണിക്കൂറാണ് ചാർജ് ടൈം. സ്റ്റാൻഡ് ബൈ ഒരു 66 hours മീൻസ് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4. എനിക്ക് തോന്നുന്നത് ചാർജൊക്കെ ചെയ്തിട്ട് ഫുള്ളൊക്കെ ആക്കിയിട്ട് ഒരാഴ്ച എന്തായാലും നിൽക്കും. ഒരാഴ്ചൻ്റെ മേലെ നിൽക്കുന്നുണ്ട് എനിക്ക്. മീൻസ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പ്ലേ ടൈം 16 hours ആണ് പറയുന്നത്. 400 mAh ബാറ്ററി, ഡ്രൈവർ യൂണിറ്റ് 40 mm മീൻസ് അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇതാണ് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ട് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റ ഐഡി താഴെ കൊടുക്കാം. അവർ കോൺടാക്ട് ചെയ്താൽ മതി, അല്ല മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഏകദേശം ഒരു 2500 രൂപേൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇതിൻ്റെ പ്രൈസ്. ഒരു 2400 2300. അത് മീൻസ് എവിടെ മീൻസ് നമ്മൾക്ക് ഫ്രീ ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ കൂടുന്നതാണ്. നമുക്ക് കേരളത്തിൽ എല്ലാവിടേക്കും ഡെലിവറി നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനി അടിപൊളി കണ്ടൻറ്റുമായി വീണ്ടും വരുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ലോജിറ്റ ഗെയിമിംഗ് സൈനിങ് ഓഫ്.